അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സംശയം വേണ്ട, ഹാഫ് ഇയർലി കെമിസ്ട്രി ടഫ് തന്നെയായിരിക്കും. ഹലോ മക്കളെ, അപ്പൊ കഴിഞ്ഞ മെയ് മാസം മുതൽ തുടങ്ങിയ യാത്ര ഏതാണ്ട് ഓഗസ്റ്റ് പിന്നിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഹാഫ് ഇയർലി എക്സാം ആണ്. ഹാഫ് ഇയർലി എക്സാമിൽ കെമിസ്ട്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, കെമിസ്ട്രിയിൽ പഠിക്കേണ്ട ചാപ്റ്ററുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഇയർലിക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കും ഒക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോസിലേക്ക് കയറാം. നമ്മുടെ ചർച്ചാ വിഷയം ഹാഫ് ഇയർലി എക്സാം ആണ്. ഹാഫ് ഇയർലി എക്സാം ടഫ് ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം. മക്കളെ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ടഫ് ആകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള സൊല്യൂഷൻ കൂടി പറഞ്ഞു തന്നാലോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അപ്പൊ അതുകൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു സാധനം പഠിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ നിങ്ങളുടെ കൈവശം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായി തേടിട്ട ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയ PYQ ക്വസ്റ്റ്യൻസ് അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. ശരിക്കും ഒരു സബ്ജക്റ്റിന്റെ ആണിക്കല്ല്, ഏറ്റവും പ്രധാനപ്പെട്ട പില്ലർ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് മക്കളെ? ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, PYQ. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് സ്മാർട്ട് വേയില് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്കും ചാപ്റ്റേഴ്സിലേക്കും കയറാം. മക്കളെ, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചലഞ്ച് യുവർ സെൽഫ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ തന്നെ വെല്ലുവിളിക്കുക, നിങ്ങളോട് തന്നെ പകരം വീട്ടുക. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, എന്താ അത് നിങ്ങൾക്ക് കഴിയില്ല, ഇത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അതിൽ ഒരു ഇഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് തന്നെ പറയണം, മനസ്സേ അടങ്ങിയിരിക്കാം, ഞാനതൊക്കെ ചെയ്യും. ചലഞ്ച് യുവർ സെൽഫ്, നിങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാലേ, നിങ്ങൾ സ്വയം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലേ എല്ലാത്തിനും എന്ത് ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറെ ആരും വന്നിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യാനോ അങ്ങനത്തെ ഒരു സാധനവും ചെയ്യില്ല. നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ടോ പ്രാക്ടീസ് ഇക്വേഷൻ. നമുക്കറിയാം കെമിസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കെമിക്കൽ ഇക്വേഷൻസുകൾ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി തന്നെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പലപ്പോഴും പല കുട്ടികൾക്കും അറിയില്ല ഈ കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്. മക്കളെ, ആദ്യം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. എന്തിനെ പറ്റിയാണ് പറഞ്ഞത്, ആ കെമിക്കൽ ഇക്വേഷൻ എന്തിനെ പറ്റിയാണ് പറഞ്ഞത് മനസ്സിലാക്കുക. അതിനുശേഷം 1, 2, 3, 4, 5 വട്ടം എഴുതുക. സർ എവിടെ എഴുതും? പേപ്പറിൽ എഴുതാം. ഇനി നിങ്ങൾക്ക് ചെറിയ ബോർഡ് വാങ്ങാം. ഇനി സ്ലേറ്റ്, ആരും മടിക്കൊന്നും വേണ്ട, സ്ലേറ്റ് അല്ലെ, നമ്മൾ നഴ്സറി കാലത്ത് ഉപേക്ഷിച്ച ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമുണ്ട് സ്ലേറ്റിൽ നമുക്ക് എഴുതി പഠിക്കാം. എഴുതിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം എഴുതുക എന്ന് പറയുന്നത് 10 പ്രാവശ്യം വായിച്ചതിന് സമമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഒന്ന് കുറിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് റിവിഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. സാർ ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് സാർ, മറന്നുപോയി, പരീക്ഷ ആകുമ്പോഴേക്കും എല്ലാം മറന്നുപോയി. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നറിയോ, റിവിഷൻ ആണ്. പരീക്ഷയ്ക്ക് മുമ്പേ, അല്ലെങ്കിൽ കെമിസ്ട്രി പരീക്ഷയ്ക്ക് മുമ്പേ, ഏത് പരീക്ഷ ആണോ, കെമിസ്ട്രി പരീക്ഷയ്ക്ക് മുമ്പേ എന്ത് ചെയ്യുക, ഒരു 3 തവണയെങ്കിലും നിങ്ങൾ സെയിം ചാപ്റ്ററിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലെജൻഡായി. ഇനി 3ൽ കൂടുതലായാൽ അത്രയും നന്ന്. ഓക്കെ, അപ്പൊ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനി 55+5 ഫോർമുല. പലപ്പോഴും എന്താണ്, ഒരു നീണ്ട സമയമൊന്നും എല്ലാവർക്കും പഠിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഒരു അടിപൊളി ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 55+5. എന്താണ് സാറേ 55+5 എന്ന് പറയുന്നത്? മക്കളെ, 55 മിനിറ്റ് പഠിക്കാം. 1 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്തു, 2 കഷണങ്ങളാക്കി മാറ്റി. 55 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് നമ്മളെ മനസ്സിനെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. സോ 55 മിനിറ്റ് സ്റ്റഡി, 5 മിനിറ്റ് റെസ്റ്റ്. നേരെ തിരിഞ്ഞു പോരുത്. പല കുട്ടികൾ എന്താണ് 55 മിനിറ്റ് റെസ്റ്റും 5 മിനിറ്റ് പഠനമായി പോലും. നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 55 മിനിറ്റ് സ്റ്റഡി, 5 മിനിറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പൊ മറക്കരുത്, 55 മിനിറ്റ് സ്റ്റഡി,
5 മിനിറ്റ് റെസ്റ്റ്. ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ചാപ്റ്ററിലേക്ക് കയറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഹാഫ് ഇയറിലേക്ക് നമുക്ക് നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പമുള്ള പാഠമാണ്. മാത്രമല്ല നമ്മുടെ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. കുറച്ച് റിയാക്ഷൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകോമ്പോസിഷൻ റിയാക്ഷൻ, അങ്ങനെ പോകുന്നു. മാത്രമല്ല ഓക്സിഡേഷൻ റിയാക്ഷൻ പഠിക്കാനുണ്ട്, റാൻസിഡിറ്റി എന്താണെന്ന് പഠിക്കാനുണ്ട്, റിഡക്ഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്, കൊറോഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വിവരിക്കുന്ന ഒരു പാഠമാണ് എന്ന് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം കൂടിയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ ചാപ്റ്റർ നമ്മൾ ഹാഫ് ഇയറിലേക്ക് വേണ്ട ഒന്നാമത്തെ ചാപ്റ്റർ. ഇനി ഹാഫ് ഇയറിലേക്ക് വേണ്ട രണ്ടാമത്തെ ചാപ്റ്ററാണ് ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട് എന്ന് പറയുന്നത്. അല്ലെ, ആസിഡുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്, ബേസിനെ പറ്റി പഠിക്കുന്നുണ്ട്, അതിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലെ, അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നു. അവസാനം ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ കുറച്ച് സാൾട്ടുകളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, കാസ്റ്റിക് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. വെറുതെ പഠിക്കല്ല, അതിന്റെ യൂസ് അടക്കം നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. യെസ് മക്കളെ, അപ്പൊ എന്തു വന്നാലും ശരി മുന്നോട്ട് തന്നെ പോവുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് മക്കളോട് പറയാനുള്ളത്. ഡോണ്ട് ക്വിറ്റ്, ഡു ഇറ്റ്. വീണ്ടും കാണാം മക്കളെ.